ഇന്ന് ലോകത്ത് അതിർത്തികളിൽ യുദ്ധം ചെയ്ത് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. പകരം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലെ ഒരു ആപ്പ് മതി, ഏതാനും വിദേശ ഫണ്ടുകൾ മതി, കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന സോഷ്യൽ മീഡിയ ഹാഷ്ടാഗുകൾ മാത്രം മതി. കോടിക്കണക്കിന് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിനെ മാസങ്ങൾക്കുള്ളിൽ വലിച്ചു താഴെയിടാൻ സാധിക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്ന നാടകങ്ങൾ വെറുമൊരു വിദ്യാർത്ഥി സമരമാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ CJP എന്ന പേരിൽ പെട്ടെന്ന് പൊട്ടിമുളച്ച ഈ വൻ തരംഗത്തിന് പിന്നിൽ ഇന്ത്യയെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനുള്ള കൃത്രിമമായ അല്ലെങ്കിൽ വളരെ കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുണ്ട്. നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. നീറ്റ് പരീക്ഷാ ചോർച്ചയും CBSE പുനർമൂല്യനിർണ്ണയത്തിലെ ക്രമക്കേടുകളും ഇതിനിന്ത്യയിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ നെഞ്ചിൽ തീകോരിയിട്ട സംഭവമാണ്. വിദ്യാർത്ഥികളുടെ രോഷം 100% ന്യായമാണ്. ഈ സിസ്റ്റത്തിലെ വീഴ്ചകൾ പരിഹരിക്കപ്പെടുക തന്നെ വേണം. കുറ്റക്കാർ ആരായാലും അവർക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം. അതിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു ജനരോഷത്തെ മുതലെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്നൊരു സംഘടന ഉയർന്നു വരുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി. ആരാണ് സത്യത്തിൽ ഇതിന് പിന്നിൽ? അമേരിക്കയിലിരിക്കുന്ന ഒരു പയ്യൻ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നു. വെറും 2 ആഴ്ച കൊണ്ട് ഈ പേജിന് കോടിക്കണക്കിന് റീച്ച് കിട്ടുന്നു. നിങ്ങളൊരു പുതിയ ഇമെയിൽ ID ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിലോ എക്സിലോ കയറിയാൽ നിങ്ങൾക്ക് ആദ്യ സജഷനായി വരുന്നത് ഈ CJPയുടെ പേരാണ്. ആലോചിച്ചു നോക്കൂ, ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെയോ വൻകിട മാധ്യമങ്ങളുടെയോ പിൻബലമില്ലാതെ വെറുമൊരു പേജിന് എങ്ങനെയാണ് ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും വലിയ ഓൾഗോരിതം സപ്പോർട്ട് കിട്ടുന്നത്? ഇവിടെയാണ് സൈബർ വിദഗ്ധർ ഞെട്ടിക്കുന്ന ആ ഒരു റിപ്പോർട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഇതിന് പിന്നിൽ വിദേശങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന വിദേശ ബോട്ട് അക്കൗണ്ടുകളും വലിയ തോതിലുള്ള വിദേശ ഫണ്ടിങ്ങുമുണ്ട്. നമ്മൾ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തത്ര വലിയ തുകയുടെ ഫണ്ട്. ഇന്ത്യയിൽ കൃത്രിമമായ ഒരു ഭരണവിരുദ്ധ തരംഗം നിർമ്മിച്ചെടുക്കാൻ വിദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് വലിയൊരു ഡിജിറ്റൽ ടൂൾ കിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവാണിത്. തീർന്നില്ല, ഈ സമരത്തിൻ്റെ ട്രാക്ക് മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സമരം തുടങ്ങുമ്പോൾ ഡിമാൻഡ് എന്തായിരുന്നു? നീറ്റ് ചോർച്ചയിൽ അന്വേഷണം വരണം, കുറ്റക്കാരെ ശിക്ഷിക്കണം, വിദ്യാർത്ഥികൾക്ക് നീതി വേണം, ന്യായമായ ആവശ്യങ്ങളാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സമരം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഡൽഹിയിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്ന കൃത്യ ദിവസം നോക്കി ഒരു വൻ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുന്നു. പെട്ടെന്ന് സമരവേദിയിലേക്ക് പ്രതിപക്ഷ നേതാക്കളും ചില പ്രത്യേക ആക്ടിവിസ്റ്റുകളും സെലിബ്രിറ്റികളും കടന്നു വരുന്നു. പെട്ടെന്ന് മുദ്രാവാക്യം മാറുന്നു: വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി താഴെ ഇറങ്ങുക. ഒരു കാര്യം ഓർക്കുക, പരീക്ഷാ പേപ്പർ ചോർച്ച പരിഹരിക്കാനാണോ അതോ ഇന്ത്യയുടെ പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ വീഴ്ത്താനാണോ ഇവിടെ ശ്രമം നടക്കുന്നത്? വിദ്യാർത്ഥികളുടെ കണ്ണീരിനെ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി വിലപേശുന്ന വൻ ചതിയാണിത്. വേദിയിലിരുന്ന് കരയുന്ന നാടകങ്ങൾ, ക്ലീനിങ് പ്രഹസനങ്ങൾ, നിരാഹാര നാടകങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിരി വരും. സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എത്ര ആസൂത്രിതമായിട്ടാണ് ഈ വൈകാരിക നാടകങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഈ CJP സമരത്തിലേക്ക് അടുത്തതായി കടന്നു വന്നത് ആരാണെന്നറിയാമോ? സോനം വാങ്ചുക്. ആരാണ് ഈ സോനം വാങ്ചുക്? അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചില ചരിത്രം പറയാം. ലഡാക്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായി സമരം നയിക്കുന്ന വ്യക്തി. എന്തായിരുന്നു ഇയാളുടെ ആവശ്യം? ലഡാക്കിന് പൂർണ്ണ സ്വയംഭരണ അവകാശം നൽകണം, 6ാം ഷെഡ്യൂൾ പദവി വേണം. ലഡാക്ക് എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രമാണ്. അങ്ങനെ ഒരു പ്രദേശത്തെ ഇന്ത്യയുടെ കേന്ദ്രീകൃത ഭരണത്തിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നത് ആരുടെ താല്പര്യമാണ്? ഇന്ത്യയെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾക്ക് വിത്തുപാകിയ ഒരാളാണ് ഇപ്പോൾ വിദ്യാർത്ഥി സമരത്തിന്റെ രക്ഷകനായി ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ പ്രകാശ് രാജ് വരുന്നു, അരവിന്ദ് കെജ്രിവാൾ വരുന്നു. അതായത് കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാരിനെ താഴെയിറക്കാൻ തക്കം പാർത്തിരിക്കുന്ന സകല ശക്തികളും ഈ സമരപന്തലിൽ ഒന്നുചേരുന്നു. ഇത് വെറുമൊരു വിദ്യാർത്ഥി സമരമല്ല, അത്രമാത്രം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കേന്ദ്ര ഭരണകൂടത്തിനെതിരെയുള്ള ഒരു സംയുക്ത അട്ടിമറി നീക്കം തന്നെയാണ് ഇത്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ലോക ചരിത്രം പരിശോധിച്ചാൽ ഇതേ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2010 ടുണീഷ്യയിലെ ഒരു പാവം തെരുവ് കച്ചവടക്കാരന്റെ പ്രതിഷേധത്തിൽ നിന്നാണ് സമരം തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലൂടെ ഇത് പടർന്നു പിടിച്ചു. തുടക്കത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമെന്ന് തോന്നിപ്പിച്ചെങ്കിലും CIA അടക്കമുള്ള പാശ്ചാത്യ ഏജൻസികൾ ഫണ്ട് നൽകി ലിബിയയും ഈജിപ്തും സിറിയയും ഒക്കെ കത്തിച്ചാമ്പലാക്കിയ വിപ്ലവം, അതുപോലെ ഉക്രൈനിലെ വിപ്ലവം, യൂറോമൈഡൻ പ്രക്ഷോഭം തുടങ്ങിയത് ഒരു കരാറിനെതിരെ സംസാരിച്ച വിദ്യാർത്ഥികളാണ്. പാശ്ചാത്യ ശക്തികൾ അതിലേക്ക് ഫണ്ട് ഒഴുക്കി. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉക്രൈൻ സർക്കാരിനെ തകിടം മറിച്ചു. ഒടുവിൽ അവരുടെ പപ്പറ്റായ സെലൻസ്കിയെ അധികാരത്തിലേറ്റു. ഇന്ന് ഉക്രൈൻ അനുഭവിക്കുന്ന ദുരന്തം നമ്മൾ കാണുന്നുണ്ട്.
ബംഗ്ലാദേശ് അട്ടിമറി. തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ തുടങ്ങിയ ചെറിയൊരു സമരം ഒടുവിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പടിയിറക്കത്തിലാണ് അവസാനിച്ചത്. തിരഞ്ഞെടുപ്പിലൂടെ ഷെയ്ഖ് ഹസീനയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ വിദേശ ഏജൻസികൾ തെരുവ് കലാപങ്ങളിലൂടെ ആ ഭരണകൂടത്തെ വലിച്ചു താഴെയിട്ടു. ഇനി ചിന്തിച്ചു നോക്കൂ, ഈ രാജ്യങ്ങളിൽ നടന്ന അതേ നാടകത്തിന്റെ ഇന്ത്യൻ പതിപ്പല്ലേ നമ്മളിപ്പോൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. നമുക്ക് നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങൾ വിലയിരുത്താം. രണ്ട് പക്ഷത്തും ചേരണ്ട. ഭരണകൂടങ്ങൾക്ക് വീഴ്ച പറ്റാം, അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും. ഉദാഹരണത്തിന് നമ്മുടെ കേരളം എടുക്കാം. ഇവിടെ പരീക്ഷ എഴുതാൻ ഹാൾ ടിക്കറ്റുമായി ഹാളിൽ കയറിയിരുന്ന ഉദ്യോഗാർത്ഥികളോട് പരീക്ഷ തുടങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പറയുന്നു ചോദ്യപേപ്പർ മാറിപ്പോയി, പരീക്ഷ റദ്ദാക്കി എന്ന്. ഇത് ഗുരുതരമായ വീഴ്ചയല്ലേ? പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മാനസിക വിഷമം നമ്മൾ കണ്ടതല്ലേ? ഇതിന്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ രാജിവെച്ച് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് കലാപം ഉണ്ടാക്കുകയാണോ വേണ്ടത്? അല്ല, അത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്. അത് തിരുത്താൻ സമ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്നത് 145 കോടി ജനങ്ങളുള്ള ഒരു വൻ രാജ്യമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത്. ആ സർക്കാരിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ, നയങ്ങളിൽ പ്രതിഷേധമുണ്ടെങ്കിൽ വിരോധമില്ല, പ്രതിഷേധിക്കാം, കോടതികളെ സമീപിക്കാം. പക്ഷെ ഏതാനും ആളുകൾ ഡൽഹിയിൽ സംഘടിപ്പിച്ച് പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ജനാധിപത്യമാണ്? നിങ്ങൾക്ക് ഭരണകൂടത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് മാറ്റാം. അതല്ലാതെ വിദേശ ടൂൾ കിറ്റുകളുടെയും വിഘടനവാദികളുടെയും തോളിലേറി ഇന്ത്യയിൽ ഒരു ബംഗ്ലാദേശ് മോഡൽ അട്ടിമറി സ്വപ്നം കാണുന്നത് ഈ രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഇവിടെ ജനാധിപത്യത്തെ മാനിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ രാജ്യം. അല്ലാതെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.